കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളുടെ നികുതിയിലെ വർധന ചെറുകിട സ്വയം സംരംഭക വാഹന ഉടമകളെ ഇല്ലാതാക്കുന്നുവെന്ന ഉടമകൾ. ബജറ്റിലെ പ്രഖ്യാപന പ്രകാരം 32% നികുതി വർധനവാണ് നിലവിൽ വരാൻ പോകുന്നത്. ഈ പരിഷ്കാരത്തിൽ നിന്നും പിന്മാറാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് വാഹന ഉടമകളുടെ ആവശ്യം. രണ്ടായിരത്തി 25-26 സർക്കാർ ബഡ്ജറ്റിലാണ് സംസ്ഥാനത്തെ കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളുടെ നികുതി 32% വർദ്ധിപ്പിച്ച് പ്രഖ്യാപനമുണ്ടായത്. നികുതി ഏകീകരണം എന്ന പേരിൽ പുഷ്ബാക്ക് സീറ്റുകളുള്ള ആഡംബര വാഹനങ്ങൾക്കും 6 സീറ്റിനു മുകളിലുള്ള ഓർഡിനറി സീറ്റ് വാഹനങ്ങൾക്കും ഒരേ നികുതി ഏർപ്പെടുത്താനാണ് സർക്കാർ തീരുമാനം. കോൺട്രാക്ട് കാരേജ് വിഭാഗത്തിലുള്ള സംസ്ഥാനത്തെ 90% വരുന്ന ഓർഡിനറി വാഹന ഉടമകളെയും തൊഴിലാളികളെയുമാണ് ഈ തീരുമാനം ദോഷകരമായി ബാധിക്കുന്നത്. മാനദണ്ഡങ്ങളില്ലാതെ 32% വർധനവാണ് ഈ മേഖലയിൽ ടാക്സിൻ്റെ കാര്യത്തിൽ വന്നേക്കുന്നത്. ഒരു തൊഴിൽ മേഖലയായി കണ്ടെത്തിയ സ്വയം സംരംഭകരെ വളരെ ദോഷകരമായി ബാധിക്കും. ഈ ബെഞ്ച് സീറ്റ് വാഹനങ്ങൾക്ക് മാത്രം ടാക്സ് വർദ്ധിപ്പിച്ചുകൊണ്ട് ടാക്സ് ഏകീകരിച്ചു. മറ്റ് വാഹനങ്ങളുടെ നികുതികളെല്ലാം ഒരേ സ്റ്റേബിളായിട്ട് നിലനിർത്തുകയും ഈ സാധാരണക്കാരന് ഉപയോഗിക്കുന്ന മേഖലയിൽ മാത്രം വർധന വരുത്തുകയും ചെയ്യും. ഒരു സീറ്റിന് 680 രൂപയായിരുന്നു, അതിപ്പോൾ 900 രൂപയായി വർദ്ധിപ്പിച്ചു. 7 സീറ്റ് വാഹനങ്ങൾക്ക് നികുതി 1960 രൂപ എന്നത് ബജറ്റ് പ്രഖ്യാപനത്തോടെ 2450 രൂപയായും 49 സീറ്റ് വാഹനത്തിലേക്ക് എത്തുമ്പോൾ 33,320 രൂപ എന്നത് 44,100 രൂപയിലേക്കുമാണ് വർദ്ധിക്കുന്നത്. മന്ത്രിമാരെയും MLA-മാരെയും നേരിൽ കണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കിയെങ്കിലും നടപടി ഉണ്ടാകുന്നില്ലെന്ന് കോൺട്രാക്ട് കാരേജ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും വ്യക്തമാക്കുന്നു. ഓരോ ട്രിപ്പിലും ലഭിക്കുന്ന സർക്കാർ പിഴകൾക്ക് പുറമെയാണ് 3 മാസത്തിലൊരിക്കൽ നികുതി ഏകീകരണത്തിന്റെ പേരിൽ വലിയൊരു തുക പിരിച്ചെടുക്കാൻ സർക്കാർ തയ്യാറെടുക്കുന്നതെന്നും വാഹന ഉടമകൾ ആരോപിക്കുന്നു. സാധാരണക്കാരന്റെ വ്യവസായ മാർഗമായ കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളെ സംരക്ഷിക്കാൻ സർക്കാർ നിലപാട് സ്വീകരിക്കുക തന്നെ വേണം. ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള നികുതി പിൻവലിക്കുകയാണ് ഇതിനുള്ള പോംവഴി. ക്യാമറമാൻ അനിലിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ധനമന്ത്രിയുടെയും MLA-യുടെയും ശ്രദ്ധയിൽ ഇക്കാര്യം കൊണ്ടുവന്നെങ്കിലും നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ലെന്നും വാഹന ഉടമകൾ പറയുന്നു. ചില പ്രതികരണങ്ങൾക്കാണ്. പുഷ്ബാക്ക് സീറ്റ് വണ്ടികളിൽ പോകുന്നത് ടൂറിസ്റ്റുകളാണ്, പൈസ മുടക്കാൻ തയ്യാറുള്ളവരാണ്. ഇത് ഈ സാധാരണക്കാരുടെ കുട്ടികളെ കൊണ്ടുപോകുന്ന സ്കൂൾ വണ്ടികളും എംപ്ലോയീസിനെ കൊണ്ടുപോകുന്ന വണ്ടികളും അതുപോലത്തെ ചെറിയ ഒരു 10-50 കിലോമീറ്ററൊക്കെ ഓടുന്ന കല്യാണ ഓട്ടങ്ങളൊക്കെ ഓടുന്ന നോൺ പുഷ്ബാക്ക് സീറ്റ് വണ്ടികൾക്ക് വന്നിട്ടുള്ള വർധനവ് സാധാരണക്കാരൻ്റെ ജീവിത രീതികളിലെ ബഡ്ജറ്റിനെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു കാര്യമായി മാറുകയാണ്. 90% വാഹനങ്ങളും ഒറ്റയ്ക്ക് ഓണർ കം ഡ്രൈവറായിട്ട് കൊണ്ടു നടക്കുന്ന വണ്ടികളാണ്. അതിൻ്റെ ഒരു പ്രസക്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവൻ്റെ ജീവിതമാർഗ്ഗമാണ്. KSRTC സ്വിഫ്റ്റിന് കർട്ടൻ ഇടാം, ഫ്രണ്ടിൽ ഹെഡ്ലൈറ്റ് പോയിട്ട് അഡീഷണൽ 2 ലൈറ്റ് വയ്ക്കും. കാര്യം ഈ ഹൈ റേഞ്ചൊക്കെ പോകുന്ന വാഹനങ്ങൾക്ക് അഡീഷണൽ 2 ലൈറ്റ് വേണം. അത് KSRTCക്ക് വയ്ക്കാം, പക്ഷേ നമുക്ക് വയ്ക്കാൻ പറ്റില്ല. നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലൈറ്റിന് 5000 രൂപ ഫൈനാണ്, ഒരു ലൈറ്റിന്. അതുപോലെ കർട്ടനും ഈ പറയുന്ന ഓരോ കാര്യങ്ങൾക്ക് 5000 രൂപ. ഇപ്പോൾ തന്നെ ഒരു എറണാകുളത്തൊരു വണ്ടിക്ക് 1,00,000 ചില്ലുവാൻ്റെ ഫൈൻ അടിച്ചു. ഇവിടെ ട്രിവാൻഡ്രത്തൊരു വണ്ടിക്ക് 62,000 രൂപ. ഞാൻ ഒരു 3 ദിവസം നമ്മുടെ സുഹൃത്തിൻ്റെ വാഹനത്തിനാണ് ഫ്രണ്ടിൽ 4 ചെറിയ ലൈറ്റ് ഇടുന്നു പറഞ്ഞാൽ ആ ലൈറ്റിന് ഓരോ ലൈറ്റിന് 5000 രൂപ വെച്ച് ഫൈൻ ചെയ്ത്. ഒരു വലിയ മൂവ്മെൻറ്റിനെ പറ്റി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. സമാന ചിന്താഗതിയുള്ള ഇത്തരം മേഖലകളിൽ പ്രവർത്തിക്കുന്ന മാക്സി ക്യാബ്, ടെമ്പോ ട്രാവലർ, മിനി ക്യാബുകൾ, 49 സീറ്റ് കോൺട്രാക്ട് കാരേജ് വാഹന ഉടമകളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് വലിയൊരു മാസീവ് ആക്ഷനിലേക്ക് പോകുന്നതിനെ പറ്റി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി രജിത് കുമാർ ചേരുകയാണ്. രജിത്, നികുതി വർധനവിൽ വാഹന ഉടമകൾ ഉയർത്തുന്ന വലിയൊരു പ്രശ്നമാണ് ഈ നികുതി വർധനവ്. സർക്കാർ നിലപാട് വ്യക്തമാക്കാത്ത ഒരു സാഹചര്യത്തിൽ എന്താണ് ഇനി അസോസിയേഷൻ തീരുമാനം? അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു പ്രൊട്ടസ്റ്റിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയാണ്. കോൺട്രാക്ട് കാരേജ് വാഹനങ്ങൾ 3 തരത്തിലാണ് നികുതി ഈടാക്കിക്കൊണ്ടിരുന്നത്. പ്രധാനമായും ബെഞ്ച് കാരേജ് വാഹനങ്ങൾ, അതുപോലെ തന്നെ ലക്ഷറി വാഹനങ്ങൾ, ഒപ്പം സ്ലീപ്പർ വാഹനങ്ങൾ. ഇവയെ ഇങ്ങനെ 3 തരത്തിലാണ് നികുതി ഈടാക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ ആ 3 തരത്തിൽ ഈടാക്കിക്കൊണ്ടിരുന്ന നികുതിയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ബജറ്റിൽ അതിനൊരു ഏകീകരണം കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാ 3 തരം പേരും ഒരേ തരത്തിൽ തന്നെ ഏകദേശം 32% വർധനവ് നികുതി ഇനത്തിൽ തന്നെ എല്ലാവർക്കും ഉണ്ടാകുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ 7 സീറ്റിന് മുകളിൽ ഈടാക്കാൻ പോകുന്ന തുക 2450 രൂപയും
49 സീറ്റിലേക്ക് വരുമ്പോൾ 41,100 രൂപയിലേക്കും വർധനവ് ഈ ഉണ്ടാകുന്നു, ഈ ഏപ്രിൽ മുതൽ ഉണ്ടാകുന്നു എന്നതാണ്. അതിനെതിരെയാണ് ഈ ഉടമകളും അതുപോലെ തന്നെ കോൺട്രാക്ടേഴ്സ് ഗാരേജ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും രംഗത്തെത്തിയിരിക്കുന്നത്. അവർ ശക്തമായി തന്നെ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ വർദ്ധിപ്പിച്ച നികുതി വർധനവും പിൻവലിക്കണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം തന്നെ ഇത് പുനഃപരിശോധിക്കാൻ സർക്കാർ തയ്യാറാവണം. കേന്ദ്ര സർക്കാരിൻ്റെ സൈറ്റുകളിലെ കേന്ദ്ര സർക്കാരിൻ്റെ നികുതി പ്രകാരം ഇത്തരത്തിൽ 3 നികുതികൾ മാത്രമാണുള്ളത്. എന്നാൽ ഈ സംസ്ഥാനത്ത് മാത്രം, കേരളത്തിൽ മാത്രം ഈ നികുതി ഏകീകരണം കൊണ്ടിരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോഴോ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു എന്ന കാര്യവും അവർ പറയുന്നുണ്ട്. അത്തരത്തിൽ ഈ ഒരു നികുതി ഏകീകരണം ഉണ്ടാകാത്ത പക്ഷം ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്താൻ അവർ തയ്യാറെടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിലുള്ള ആളുകളെ സമാന ചിന്താഗതിക്കാരായുള്ള ആളുകളെ എല്ലാവരെയും കൂടി ഒന്നിച്ചു കൊണ്ടുവന്ന് ഒരു ശക്തമായ പ്രതിഷേധത്തിനാണ് ഇവർ തയ്യാറെടുക്കുന്നത്. ഓരോരുത്തരെയും ബാധിക്കുന്ന, അതായത് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ഓരോരുത്തരെയും ടൂറിസം മേഖലയെ അടക്കം ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്നിവർ പറയുന്നു. പലരും ഇത്തരത്തിൽ സ്റ്റേജ് കാരേജ് വാഹനങ്ങൾ പലരും ഉപയോഗിക്കുന്നത് ഡ്രൈവർമാർ തന്നെയാണ് അതിൻ്റെ ഉടമകളായിട്ടും വരുന്നത്. അവർ അന്നന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ സ്വന്തമായി വാങ്ങി പലതരത്തിൽ ജീവിതോപാധി മാർഗമായി കണ്ടെത്തിയിരിക്കുന്നത്. അതിനെയൊക്കെ തകർക്കുന്ന തരത്തിലാണ് ഇപ്പോഴുള്ള തീരുമാനം വന്നിട്ടുള്ളത് എന്നാണ് അവർ പറയുന്നത്. അതിനാൽ തന്നെ ഇതിനെ ശക്തമായി എതിർക്കുകയും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്താനുമാണ് അസോസിയേഷൻ്റെ തീരുമാനം. ശരി, രജിത് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.